മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. പ്രിയമുള്ളവരെ, ഈ വർഷം കഠിനമായ ഉണക്ക് ആണ് എങ്കിലും വാഴകൾ ഈ ഉണക്കത്തും നല്ല രീതിയിൽ കൊലകൾ തരുന്നുണ്ട്. അപ്പോൾ എനിക്ക് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഈ ഉഷ്ണകാലത്താണ് കൊലകൾ കൂടുതലായിട്ട് കിട്ടുന്നത്. അപ്പം പ്രത്യേകിച്ച് ഈ ഉണക്കിനെ അതിജീവിക്കാൻ കഴിവില്ലാത്ത ചില വാഴ ഇനങ്ങളുണ്ട്. പാളയംതോടൻ, റോബസ്റ്റ, ഇതൊക്കെ റോബസ്റ്റ കുലകളാണ്. അപ്പോൾ ഇത് ഇപ്പോഴും നല്ല വില കിട്ടും. കാരണം ഉണക്കത്ത് ഈ പഴയ കുലകൾക്ക് നല്ല വിലയാണ്, എന്നാൽ മഴ സമയങ്ങളിൽ വിലയില്ല. അപ്പോൾ ഇതുവരെയും ഇത് ജൈവ കൃഷി ആയതുകൊണ്ട് ഇതുവരെയും ഇതിന് താങ്ങുകാലം ഒന്നും കൊടുക്കാതെ തന്നെ ഇത് നല്ല രീതിയിൽ നിൽക്കുക. എന്നാൽ ഇനി ഇത് നിൽക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു താങ്ങുകാല് കൊടുത്തെങ്കിലേ പറ്റൂ. കാരണം അതിശക്തമായ ഉണക്ക് തുടരുകയാണ്. അപ്പോൾ അതിന് താങ്ങാൽ കൊടുക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ ചുവടൊന്ന് തണുപ്പിച്ചുകൂടെ കൊടുക്കാമെങ്കിൽ നമുക്ക് ഈ കൊല വിളഞ്ഞെടുക്കാം. ഇനിയിപ്പോൾ ഇത് പരമാവധി ഒരു 10-25 ദിവസത്തോടെ കഴിഞ്ഞാൽ 20 ദിവസത്തോടെ കഴിഞ്ഞാൽ ഇത് വിളഞ്ഞ് കിട്ടുമ്പോൾ നല്ല വില കിട്ടും. അപ്പോൾ എൻ്റെ കൃഷി രീതിയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള കൃഷിക്കാഴ്ചകൾ, കൃഷി രീതികൾ, കൃഷിയെ സംബന്ധിച്ച അറിവുകളൊക്കെ ശേഖരിക്കാനും അത് സമാന ചിന്താഗതിയുള്ളവരിലേക്ക് എത്തിക്കാൻ താല്പര്യമെങ്കിൽ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളിതുവരെ എനിക്ക് പൂർണ്ണമായ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഞാൻ കൃത്യമായി നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിന് താങ്ങാൽ കൊടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ ഞാനൊരു കമ്പ് എടുത്തിട്ടുണ്ട്. ഇതിന് 2 വാഴയും കുലച്ച് വയ്ക്കുകയാണ്. ഇവിടെ 2 വാഴയാണ് ഉള്ളത്. 2 വാഴയും കുലച്ച് വയ്ക്കുകയാണ്. അപ്പോൾ ഇതിന് ഈ ഒരു കുലയ്ക്ക് നമ്മൾ ഇങ്ങനൊരു താങ്ങുകാല് കൊടുത്തു. അപ്പോൾ ഇതിനെയും മറിഞ്ഞ് വീഴത്തില്ല. കാരണം ഇതിൻ്റെ ചുവട് നമ്മൾ നനച്ചു കൊടുക്കും. അതുകൊണ്ട് ഇതിനെയും മറിഞ്ഞ് വീഴത്തില്ല. ഇനിയും അതുപോലെ മറ്റൊരു കൊല കൂടി ഇതിനോടൊപ്പം തന്നെ നട്ട വാഴയാണ്. അതും ഈ അടുത്ത സമയത്ത് കുലച്ചു. അപ്പോൾ ഇത് മറിഞ്ഞ് വീഴാതിരിക്കാൻ ഇതൂടെ നമുക്ക് സംരക്ഷിക്കണം. അതിനുള്ള ഒരു സംവിധാനം കൂടെ നമുക്ക് ഒരുക്കണം. എങ്കിലേ ഇത് പ്രയോജനപ്പെടുത്തുള്ളൂ. ഒരു വാഴയുടെ ചുവട്ടിൽ 2-3 വാഴകളൊക്കെ നമ്മൾ നിർത്തും കൊല വെട്ടിക്കഴിഞ്ഞ്. അങ്ങനെയാണ് നമുക്ക് ഈ കൊലകൾ കിട്ടുന്നത്. പ്രിയമുള്ളവരെ, ഏറ്റവും എളുപ്പത്തിൽ ഈ കൊലകൾ സംരക്ഷിക്കാൻ പറ്റുന്ന രീതി നമുക്ക് ഇതാണ്. അപ്പം ഈ 2 കൊല ഇപ്പം തന്നെ നമുക്ക് അറിയാം. ഈ 2 കൊല വെട്ടിക്കഴിയുന്നുണ്ടേ ഇവിടെ ഞാൻ 4 വിത്തുകൾ നിർത്തിയിട്ടുണ്ട്. ആ കൊലയ്ക്ക് വാഴയ്ക്ക് 2 വിത്തുകളും ഇതിന് 2 വിത്തുകളും. ഇതിൻ്റെ തള്ളവാഴ വെട്ടിയപ്പോൾ ഞാൻ നിർത്തിയിരുന്ന ഈ 2 വാഴകളാണ്. ഇതിപ്പോൾ കുലച്ച് കിട്ടും.
ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് കൊല തരുന്ന വാഴയാണ് റോബസ്റ്റ. ഭാഗ്യമെന്ന് പറയട്ടെ, ഈ പ്രാവശ്യം ഈ കഠിനമായ ഉണക്കിലും ഇത് കൊലയ്ക്കുന്നുണ്ട്. ഇപ്പോഴും 5-8-10 കൊലകൾ ഇപ്പം കൂമ്പൊടിക്കാറായി നിൽപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് വളരെ ലാഭം ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഉണക്ക് കാലഘട്ടത്തിൽ ഒരല്പം ബുദ്ധിമുട്ടണം. ഇതേപോലെ എളുപ്പത്തിൽ ഇപ്പോൾ തന്നെ ഞാൻ കാണിച്ചതെന്ന് വെച്ചാൽ എളുപ്പത്തിൽ നമുക്ക് താങ്ങുകമ്പ് കൊടുക്കാൻ സാധിക്കില്ല. ഇനി ഇതിൻ്റെ ചുവട്ടിൽ അല്പം വെള്ളം കൂടി ഞാൻ തളിച്ചു കൊടുക്കും. അതുകൂടെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഞാൻ കാണിച്ചു തരാം. ഇവിടെ വരാം. അപ്പോൾ ഇങ്ങനെ വെള്ളം ഒഴിക്കുന്നതുകൊണ്ട് ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം ഞാൻ ഒഴിച്ചു കൊടുക്കും. ഇങ്ങനെ വെള്ളം ഒഴിക്കുന്നതുകൊണ്ട് ഈ 2 കൊലകൾ നല്ല രീതിയിൽ വിളഞ്ഞ് കിട്ടും. അത് നമുക്ക് വിറ്റ് നല്ല വില മേടിക്കാം. ഒപ്പം ഇതിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ഈ വിത്തുകളും 2-3-4 മാസത്തിനകത്ത് വെച്ച് വളർന്ന് വലുതായി ഇതിവിടെ കൊലയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വാഴ കൃഷി കരയ്ക്കായാലും കണ്ടത്തിലായാലും അല്പം മനസ്സ് വെച്ചാൽ അതിനെപ്പറ്റി ചെറിയ അറിവുകൾ നമ്മൾ ശേഖരിച്ചു കഴിഞ്ഞാൽ വളരെ ലാഭമുണ്ടാക്കാൻ കഴിയുന്ന കൃഷിയാണ് വാഴ കൃഷി. പ്രത്യേകിച്ചും സീസൺ അല്ലാതെ ഏത് സമയത്ത് നമുക്ക് കൃഷി ചെയ്യാനും അതുപോലെ തന്നെ വിളവെടുക്കാനും പറ്റുന്ന ഒരു കൃഷി കൂടിയാണ് വാഴ കൃഷി. അപ്പം ഇത്തരത്തിലൊക്കെ കഴിയുന്നവർ ഒന്ന് ചെയ്തു നോക്കുന്നത് വളരെ നല്ലതാണ്. കാരണം കൃഷി എന്ന് പറയുന്നത് മനുഷ്യനെ മറക്കാനൊക്കാത്ത ഒരു സംഭവമല്ല. കൃഷിയില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല എന്നുകൂടി അറിയിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.